ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂർ പെരിയ കോവിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെരിയ കോവിൽ കണ്ടിട്ടുണ്ടാകും. പൊന്നിയിൻ സെൽവം പടത്തിലൂടെ കുറച്ച് എല്ലാവർക്കും കൂടി ഫേമസ് ആയൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 8ലും 9ലും പഠിക്കുമ്പോൾ ഇതേപോലെ തമിഴ്നാട്ടിലെ ചേര ചോള പാണ്ഡ്യന്മാരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു അമ്പലമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ സാമൂഹ്യശാസ്ത്രം ബുക്കിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അമ്പലം എന്ന് വെച്ചാൽ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. വലിയൊരു കവാടം പോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കവാടത്തിന് മേലെ തന്നെ വലിയ ഇതേപോലെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് കല്ല് കൊണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ അവർ കൈകൊണ്ട് കല്ലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊത്തി ലിപികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തമിഴിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ശിവ അത് വലിയ തമിഴിൽ വലിയ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു അമ്പലം പോലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൽവെട്ട്. അപ്പോൾ തമിഴിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കധികം തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് വായിക്കാനൊന്നും പോയില്ല. അപ്പോൾ അത് ആ ഒരു കാലത്തിൽ തന്നെ അവർ വലിയ കല്ലിലൊക്കെ ഇങ്ങനെ കൊത്തി എഴുതാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അമ്പലം കാണാൻ തന്നെ വലിയ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റി കണ്ട് നമ്മൾ മെയിനായിട്ട് പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കലൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ തൊഴുതിട്ട് നമ്മൾ ഈ അമ്പലത്തിൽ കുറച്ച് സമയം ഇരിക്കണം കേട്ടോ. നമ്മളെ കഷ്ടമൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് എല്ലാവരും പോകാറ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മേലെ ഇങ്ങനെ കുറേ അടുക്കടുക്കായിട്ടാണ് അമ്പലം ഉള്ളത്. അപ്പോൾ ഓരോ അടുക്കിൽ ഇങ്ങനെ കൊത്തുപണികളും തമിഴ് ലിപിയിൽ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ശിലകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതേപോലെ ഗേറ്റൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഇതേപോലെ കവറൊക്കെ വെച്ചിട്ട് ആ ഒരു സ്ഥലത്ത് നോ എൻട്രി ബോർഡൊക്കെ വെക്കാതെ തന്നെ അങ്ങോട്ടൊന്നും വിടുന്നില്ല അവർ. അപ്പോൾ അമ്പലം വലിയ മേലെ ഭയങ്കര ഗോപുരം പോലെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പൊരിഞ്ഞ വെയിൽ സമയത്താണ് കേട്ടോ പോയത്. അപ്പോൾ വെയിലായിട്ട് നടക്കാനും ഇവർക്ക് കഴിയുന്നില്ല. ഇവർക്ക് ഭയങ്കര ചൂട് ആയതുകൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവരിങ്ങനെ ഫുള്ള് അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കാർപ്പായകൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഈറപ്പദത്തിലാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫുള്ളിങ്ങനെ ചുറ്റിക്കണ്ട്. ഇത് അമ്പലത്തിൽ കയറുന്നതിൻ്റെ സൈഡിൽ തന്നെ ഇപ്പോൾ തഞ്ചാവൂർ ബൊമ്മ, കുട്ടികൾക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ, ഐസ്ക്രീം, ഇപ്പോൾ വെയിലൊക്കെ അല്ലേ, ഇപ്പോൾ തണുത്ത പാനീയങ്ങൾ ഒരുപാട് വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലം ഫുള്ളായിട്ട് ഒരിക്കൽ ചുറ്റി കണ്ടു. അപ്പോൾ ശിവൻ്റെ പെരിയൊരു ലിംഗം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിങ്ങനെ ഭ്രമിച്ച് പോകാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഈ ഒരു അമ്പലം കണ്ടാൽ ഉണ്ടാവുക. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുക. നല്ല ഭംഗി, നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ ഇതേപോലെ പച്ച മൈതാനിലാണ് ചില ആൾക്കാർ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് പുറം. അപ്പോൾ അമ്പലം ഒന്ന് ഞാൻ ചുറ്റിയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഇവിടെയാണ് കേട്ടോ ശിവ എന്ന് എഴുതിയ പെരിയ നന്ദിയുടെ ശിലയൊക്കെ ഉണ്ട് വെച്ചിട്ട്. പിന്നെ ഇവിടെയും കുറേ ഇതേപോലെ ചെറിയൊരു അമ്പലങ്ങളുണ്ട് അവിടെ എവിടെയായിട്ട്. അപ്പോൾ ഇതാണ് അമ്പലം ചുറ്റിയുള്ളൊരു വ്യൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം. അപ്പോൾ നല്ല ഒരു രസമുള്ളവരാണ്, നമുക്ക് പോസിറ്റീവ് വൈബ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരികയാണെങ്കിൽ അവർക്കും പഠിപ്പ് സംബന്ധപ്പെട്ട ഇതൊക്കെ കാണാനാണെങ്കിൽ ഒരു നല്ലൊരു ഇതായിരിക്കും.